നമസ്കാരം, തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ വൻ ലഹരിവേട്ട. 2.5 കിലോയോളം കഞ്ചാവ്, 17 ഗ്രാമോളം MDMA, 1/2 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കൂടാതെ LSD സ്റ്റാമ്പുമാണ് നാറാത്ത് വീട്ടുവളപ്പിൽ നിന്ന് എക്സൈസ് പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് സിജാഫ്, മുഹമ്മദ് ഷഹീൻ യൂസഫ് എന്നിവരെയാണ് പിടിയിലായിരിക്കുന്നത്. ഇവർ കുറെ കാലമായി വാടക വീടെടുത്ത് മയക്കുമരുന്ന് വിൽക്കുന്നതായി പരിസരവാസികൾ പറഞ്ഞിരുന്നു. ഈ വിവരത്തെ തുടർന്നാണ് എക്സൈസ് ഇവരെ നേരത്തെ തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ടാണ് വീട്ടുവളപ്പിൽ നിന്ന് പ്രതികളെ പിടികൂടുന്നത്. കണ്ണൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ C. ഷാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടുന്നത്. കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വിതരണം ചെയ്യാനാണ് ഇവർ മയക്കുമരുന്ന് ശേഖരിച്ചു വച്ചത്. ഇരുനില വീട് കേന്ദ്രീകരിച്ചായിരുന്നു ഇവർ ലഹരി വിൽപ്പന നടത്തിയത്. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നാണ് പോലീസ് LSD സ്റ്റാമ്പും ഹൈബ്രിഡ് കഞ്ചാവും കണ്ടെത്തുന്നത്. ലക്ഷങ്ങളുടെ വില വരുമെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് പ്രതികളെ പിടികൂടുന്നത്. ഇവരെ വാഹനത്തിൽ കയറ്റുന്ന സമയം നാട്ടുകാർ ഇവർക്ക് നേരെ ആക്രമണവും നടത്തിയിരുന്നു. പിന്നീട് ഇവരെ പൊടിക്കുണ്ടിലുള്ള ഓഫീസിലേക്ക് കൊണ്ടുപോയതാണ് എക്സൈസ് അറിയിച്ചത്. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആഡംബര വീടാണ് ഇവർ മയക്കുമരുന്ന് വിൽക്കുന്നതിന് വേണ്ടി വാടകയ്ക്കെടുത്തത്. എക്സൈസ് റെയ്ഡിനെത്തുമ്പോൾ യുവാക്കൾ വീടിന്റെ 1-ാം നിലയിലായിരുന്നു. രാവും പകലുമില്ലാതെ ഇവിടെ യുവാക്കളും കുട്ടികളും വന്നു പോകാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പലതവണ നാട്ടുകാർ ഇവർക്ക് താക്കീത് നൽകിയിരുന്നു. എന്നാൽ ഇവരിത് ചെവിക്കൊണ്ടിരുന്നില്ല. വീണ്ടും ഇത് ആവർത്തിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ എക്സൈസിന് വിവരം അറിയിച്ചത്.